ഈ പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ നിർണയത്തിൽ ആദ്യമൊക്കെ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ അത് ഭംഗിയായി അവസാനിപ്പിച്ചത് നേതാക്കന്മാരുടെ കാലോചിതമായ സന്ദർഭോചിതമായ ഇടപെടൽ കൊണ്ടാണ് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഏറ്റവും കടുത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വന്നത് UDFിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലായിരുന്നു. എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് സംഭവങ്ങളുള്ളത്, ഒന്ന് പുനലൂർ നിയോജക മണ്ഡലത്തിലും രണ്ട് കുട്ടനാട് നിയോജക മണ്ഡലത്തിലുമായിരുന്നു. അവിടെ അവർ പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളൊക്കെ അസ്വസ്ഥരായത് കോൺഗ്രസ്സിന് നല്ല വിജയസാധ്യതയുള്ള മണ്ഡലം എന്ന രീതിയിൽ പുനലൂരും കുട്ടനാടും കോൺഗ്രസിൻ്റെ തന്നെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകണം എന്ന അഭിപ്രായം വളരെ ശക്തിപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ആ പ്രാദേശിക നേതാക്കന്മാർ പലരും സർവ്വതാ യോഗ്യതയുള്ളവരുമായിരുന്നു എന്നതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. എന്നാൽ ഒരു മുന്നണിയാകുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് സന്ദർഭവശാൽ പുനലൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിനും കുട്ടനാട് നിയോജക മണ്ഡലം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും കൊടുക്കേണ്ടതായിട്ട് വന്നു. അത് ഒരു മുന്നണി സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഒരു ധാരണയുടെ ഭാഗമായിട്ട് സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവയ്ക്കുക എന്നതൊരു സാധാരണ സംഗതിയാണ്. പക്ഷേ അവിടെ ഉണ്ടായ വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പുനലൂർ മണ്ഡലം ഒരു കാരണവശാലും മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുനലൂരെ ശക്തരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. അതുപോലെ തന്നെ കുട്ടനാട് കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴ DCC സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വന്നപ്പോൾ കടുത്ത പ്രതിസന്ധിയായി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഏതാണ്ട് 24 മണിക്കൂർ ശേഷിച്ചിരിക്കെ പോലും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരാതിരുന്നപ്പോഴാണ് വളരെ പെട്ടെന്ന് AICCയുടെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ കേരളത്തിൻ്റെ ആലപ്പുഴ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നതുമായ ശ്രീമാൻ KC വേണുഗോപാൽ അടിയന്തരമായി ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി അദ്ദേഹം ശ്രമം ആരംഭിച്ചത്. അദ്ദേഹത്തിന് ഈ പറയുന്ന ഉത്തരവാദപ്പെട്ട കോൺഗ്രസ് നേതാക്കളോട് അത് പ്രാദേശിക തലത്തിലും മണ്ഡല തലത്തിലുമൊക്കെ ഇടപെടാൻ നല്ല പ്രാഗൽഭ്യമുള്ളതുകൊണ്ടും അദ്ദേഹത്തിനൊക്കെ ഈ നേതാക്കളെ നല്ല പരിചയം അടുത്ത് അറിയാവുന്നതുകൊണ്ടുമൊക്കെ അദ്ദേഹത്തിന് തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിയുമെന്ന്. അതുകൊണ്ട് അദ്ദേഹം ചെയ്തത് നേരിട്ട് തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളിലെയും കോൺഗ്രസിൻ്റെ പ്രതിനിധികളെ വിമതന്മാരായി നാമനിർദ്ദേശ പത്രിക പോലും കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്ന നേതാക്കന്മാരെ നേരിട്ട് വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഭംഗിയായി ബോധ്യപ്പെടുത്തി. അവർ പറഞ്ഞു, വളരെയേറെ സാധ്യതയുള്ള ഒരു സന്ദർഭത്തിലാണ് ഈ ഇലക്ഷൻ നടക്കുന്നത്. UDFിൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ അധികാരത്തിൽ വരാനുള്ള നല്ല സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും മുന്നണിക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കരുത് എന്ന് നേരിട്ട് വിളിച്ച് അവിടുത്തെ നേതാക്കന്മാരോട് സ്ഥാനാർത്ഥികളാകാൻ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോലും തീരുമാനിച്ചിരുന്നുകൊണ്ട് സംസാരിച്ചു. പുനലൂരെ നേതാവിനോട് ഒരു സഞ്ജയ് ഖാൻ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു യുവ നേതാവാണ്, അദ്ദേഹത്തോട് സംസാരിച്ചു. അതുപോലെ ആലപ്പുഴ DCCയുടെ സെക്രട്ടറി ആയിരുന്ന സെക്രട്ടറിയോട് സംസാരിച്ചു. നിങ്ങൾ ഒരു കാരണവശാലും നാമനിർദ്ദേശ പത്രിക കൊടുത്ത് വിമതന്മാർ എന്നുള്ള ഒരു ദുഷ്പേരുണ്ടാക്കരുത്. നമ്മളാണെങ്കിൽ വലിയ ഒരു വിസ്മയങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. കാരണം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തലമൂത്ത നേതാക്കൾ പോലും നമ്മുടെ കൊടിക്കീഴിൽ വന്നുകൊണ്ട് നമ്മളുടെ സ്ഥാനാർത്ഥികളായി രംഗത്ത് വരുന്ന അത്യഭൂതപൂർവമായ ഒരു കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. അതൊക്കെ വലിയ നേട്ടങ്ങളാണ് UDFിന് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കരുത് എന്ന് അവരോട് പറയുകയും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ വികാരഭരിതനായി ശ്രീമാൻ KC വേണുഗോപാൽ ഈ രണ്ട് മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് നേതാക്കളെ സ്വാന്തനപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത്. അത് ശ്രീ KC വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയും അദ്ദേഹത്തിൻ്റെ നേതൃപാടവവും അദ്ദേഹത്തിൻ്റെ ജനസമ്മതിയും അതോടൊപ്പം തന്നെ അദ്ദേഹം താഴെ തട്ടിലുള്ള ആളുകളോട് ഇടപെടുന്ന രീതിയും കൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പോലും ഇദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ പ്രാഗൽഭ്യം കണ്ട് അദ്ദേഹത്തെ അറിയാതെ തന്നെ പ്രശംസിച്ചിട്ടുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീമാൻ KC വേണുഗോപാൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ പോലും അദ്ദേഹം പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യങ്ങൾ നന്നായി മനസ്സിലാക്കി ഇവിടെ സമയം ചെലവഴിക്കുകയും ഇതുപോലെ ഉണ്ടായ പ്രതിസന്ധികളിലൊക്കെ ഉടനടി ഇടപെടുകയും അത് പരിഹരിക്കുകയും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ ഒരു കാര്യമാണ്. അതിൽ അല്പം
അപാകതയുണ്ടായത് തളിപ്പറമ്പിലുള്ള ഒരു KPCC സെക്രട്ടറി അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ ഒരു വിമതനായിട്ട് അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം കൊയ്യം ജനാർദ്ദനൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തോട് നേരിട്ട് കണ്ട് ടെലിഫോണിലൂടെയും അല്ലാതെയും ശ്രീമാൻ KC വേണുഗോപാൽ ഭംഗിയായി അദ്ദേഹത്തെ സ്വാതന്ത്ര്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവിടെ മാത്രമാണ് ഒരു ചെറിയ വിള്ളലുണ്ടായത്. അദ്ദേഹം അത് തിരിച്ചറിയും. അദ്ദേഹം അവിടെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. UDFൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ട്. എന്നാൽ മൊത്തത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായ എല്ലാ പ്രതിസന്ധികളും വളരെ ഭംഗിയായും തന്ത്രപരമായും വളരെയേറെ ബുദ്ധിയോടും പാകതയോടും കൂടി ഇടപെട്ട് പരിഹരിക്കാനായി ശ്രീ KC വേണുഗോപാലിന് കഴിഞ്ഞു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹം പറഞ്ഞു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ UDF അധികാരം വരുമ്പോൾ വേണ്ട രീതിയിൽ അവരെ പരിഗണിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പൂർണ്ണമായി അതിൽ വിശ്വസിച്ചു. ഏറ്റുമാനൂരൊക്കെയുള്ള സ്ഥാനാർത്ഥിയെയൊക്കെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായി. നേരത്തെ പോസ്റ്റർ വരെ അച്ചടിച്ച ചില സ്ഥാനാർത്ഥികളെ അവസാന നിമിഷം പിൻവലിക്കേണ്ടതായി വന്നു. അതൊക്കെ വളരെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സങ്കടകരമാണ്. എന്നാൽ പോലും കാലത്തിനൊത്ത് സന്ദർഭത്തിനൊത്ത് വീരാൻ ഈ സ്ഥാനാർത്ഥികളെയും സ്ഥാനാർത്ഥി മോഹികളെയും ഒക്കെ പിന്തിരിപ്പിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിയും ഒരു വിവേകവും ഒരു നേതൃപാഠവുമൊക്കെ ശ്രീമാൻ KC വേണുഗോപാൽ കാട്ടി. അതുകൊണ്ട് വളരെ അസാധാരണമായ ഐക്യത്തോടുകൂടി ഇപ്പോൾ ഈ വിമത ശബ്ദം ഉയർത്തിയവരെല്ലാം രംഗത്തിറങ്ങി UDFൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി അതാത് മണ്ഡലങ്ങളിൽ പുനലൂരും കുട്ടനാടും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ UDFൻ്റെ വിജയസാധ്യത വർദ്ധിച്ചു വരുന്നു. അങ്ങനെ ഒരു അഖിലേന്ത്യാ സെക്രട്ടറി ആണെങ്കിൽ പോലും തൻ്റെ സംസ്ഥാനമായ കേരളത്തിൽ വന്ന് വേണ്ടതായ ഉപദേശങ്ങൾ നൽകുകയും നിർദ്ദേശങ്ങൾ നൽകുകയും പ്രതിലോമകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളെയൊക്കെ സാന്ത്വനപ്പെടുത്തുകയും അവരുടെ ഭാവിയെ സംബന്ധിച്ചുള്ള ചില ഉറപ്പുകളൊക്കെ കൊടുക്കുകയും ചെയ്ത് രംഗം വളരെ വളരെ ശാന്തമാക്കി ശുഭകരമാക്കി. അക്കാര്യത്തിൽ ശ്രീ KC വേണുഗോപാൽ എടുത്ത നേതൃത്വവും അദ്ദേഹം തക്ക സമയത്ത് നടത്തിയ ഇടപെടലുകളും പ്രശംസാർഹമാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല.